ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 34 ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണ്, ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണാണ്. നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് ഒരു എക്സാമ്പിൾ സഹിതം എങ്ങനെയാണ് ഹൈ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് മാർക്കറ്റിൽ വർക്കൗട്ട് എന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ ഈ കാര്യം പഠിക്കുന്നത് നമുക്ക് നോക്കാം. ഹൈ റെസിസ്റ്റൻസും ലോ റെസിസ്റ്റൻസും നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വീക്ക് പോയിന്റും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഏരിയയും അതേപോലെ എൻട്രീസ് നിങ്ങൾ എടുത്തത് കറക്റ്റായിട്ടുള്ള പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ എക്സാംസും കാര്യങ്ങളും എങ്ങനെയാണ് മാർക്കറ്റിൽ ഇത് വർക്ക് ആകുന്നൊരു എക്സാംസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ആക്കലാണ്. അതിനുശേഷം ഒരു മിറ്റിഗേഷൻ ബ്ലോക്കെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ടാപ്പ് ചെയ്ത് പ്രൈസ് സ്ലോലി ഡൗൺ സൈഡിലേക്ക് വരുത്താണ്. ഓക്കെ, ഇങ്ങനെ ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം റീസെൻ്റ്ലി ഉള്ളൊരു ലോ CP-നും അതിനുശേഷം നമുക്കൊരു MSS കിട്ടുന്നു. ഈ ഒരു ഏരിയയിൽ നമുക്ക് MSS കിട്ടുന്നു. ഹൈ ടൈം ഫ്രെയിമിൽ ഒരു PDR ലെവൽസ് നിന്നാണ് നമുക്ക് MSS കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഓർഡർ ബ്ലോക്കൊന്നും FEGs എന്നല്ല നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൈസ് വീണ്ടും വന്ന് ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ഏത് ലെവൽസിലേക്കായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇതിൽ ഏതാണ് ലോ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് എന്നാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ഈ സ്ലോലി ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ഇവിടെ ധാരാളം ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ലേ. ഈ ഓരോ സിങ് ഹൈസിന്റെ മുകളിലും നമുക്ക് ധാരാളം ലിക്വിഡിറ്റീസ് ഉണ്ടാവും അല്ലേ. സെല്ലേഴ്സിന്റെ എല്ലാം ബൈ സ്റ്റോപ്പ് ആയിരിക്കും ഈ ഒരു ഹൈസിന്റെ മുകളിൽ ഉണ്ടാവുക. ഈ ഒരു ഏരിയയിൽ എന്താണ് റീസെന്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണുള്ളത് അല്ലേ. അപ്പം അതേപോലെ തന്നെ ന്യൂ ബൈസ് ഒന്നും ഇവിടെ ആക്റ്റീവ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പും അതേപോലെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു MSS കിട്ടിയോണ്ട് തന്നെ ഈ ഒരു ഏരിയ ആയിരിക്കും നമുക്ക് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാകും. അതായത് ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. പ്രൈസിന് ഒരു ഹൈ പ്രൈസിലേക്കായിരിക്കും പുഷ് ചെയ്യുന്നുണ്ടാകും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും. അതേപോലെ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ടാകും. ഈ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റായി വെക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ. റീസെൻ്റ്ലി ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈ, അതേപോലെ തന്നെ ഈ ഒരു ഹൈ, ഈ ഒരു ഹൈസിൻ്റെ എല്ലാം മുകളിൽ എന്തായിരിക്കും ഉണ്ടാകുക, ഇതിൻ്റെ എല്ലാം മുകളിൽ നമുക്ക് ബൈ സ്റ്റോപ്പ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാകുക, ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഷോർട്ട് സെല്ലിൽ ആക്റ്റീവ് ആകും. പ്രൈസ് വീണ്ടും അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്യും. ധാരാളം ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പ്രൈസ് ഇങ്ങനെ തന്നെ അപ്പ് സൈഡിലേക്ക് പോയിട്ട് നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി, ലാസ്റ്റ് ഉള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകും. ഇങ്ങനെ ആയിരിക്കും അപ്പ് സൈഡിലേക്ക് പ്രൈസ് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും. ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും, അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും നമുക്ക് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാകുക. ഈ ഒരു സ്ലോ മൂവ്മെന്റ് ആയിരിക്കും, അതായത് ധാരാളം സ്വിങ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ധാരാളം സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണായിട്ട് എടുക്കുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇത് മാർക്കറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് എക്സാമ്പിൾസ് സഹിതം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇനി ഡൗൺ സൈഡിലേക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തു, ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു ലിക്വിഡിറ്റി CP കിട്ടിയിട്ട് ഒരു MSS എല്ലാം കിട്ടിയായിരിക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെല്ലാം ധാരാളം സ്വിങ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലെല്ലാം എന്തുണ്ടാകുക, ബൈ സ്റ്റോപ്പ് ഉണ്ടാവും അല്ലേ. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ ബൈ ചെയ്യാൻ നോക്കും, ഡൗൺ സൈഡിലേക്ക് പ്രൈസ് പോവും, ഈ ഒരു ലിക്വിഡിറ്റി എടുക്കും. ഇങ്ങനെ ആയിരിക്കും പ്രൈസ് മൂവ്മെന്റ് ചെയ്യുന്നുണ്ടാകുക. ഈ ഒരു ഏരിയ ക്രിയേറ്റ് ആയുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും നമുക്ക് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാകുക. ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണ് ക്രിയേറ്റ് ആകുന്നതിന് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസും കാര്യമുണ്ട് അല്ലേ. എന്തായിരിക്കണം, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, അതേപോലെ MSS എല്ലാം ക്രിയേറ്റ് ആണ്, അതേപോലെ PDRSലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കൺഫർമേഷൻസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലും അതേപോലെ ഹൈ ടൈം ഫ്രെയിമിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഒരു ഹൈ റെസിസ്റ്റൻസും ലോ റെസിസ്റ്റൻസും വർക്കൗട്ട് ആകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ EURUSD ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. പ്രൈസ് നമുക്ക് റീസെൻ്റ്ലി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നോക്കാം. ഞാൻ 15 മിനിറ്റ്സ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ഡെയിലിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണുന്നുണ്ട് അല്ലേ. ഡെയിലിയിൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഓർഡർ ബ്ലോക്ക് മറ്റു മാർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ 15 മിനിറ്റ്സിലേക്ക് പോക്കാണ്. 15 മിനിറ്റ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏതായിരിക്കും ഒരു MSS ആയിട്ട് എടുക്കാൻ പറ്റുക. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടിയിട്ടുണ്ടല്ലേ. ഈ ഒരു റീസെൻ്റ്ലി ഉള്ള സ്വിങ്ങിന് താഴെ പോയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു ഷിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണല്ലേ. നല്ലൊരു ഷിഫ്റ്റാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വോളിയത്തോടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നമുക്ക് MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ വീണ്ടും പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എൻട്രീസ് നോക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് ടാർഗറ്റ് എവിടെ വെക്കാൻ പറ്റും. ടാർഗറ്റ് വെക്കാൻ പറ്റിയിട്ടുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഷോർട്ട് സൈഡിൽ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്ന ഏരിയാസ് ആയിരിക്കും. ഈ ഒരു ഹൈസ് അതേപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള ഹൈസ് എല്ലാം പ്രൈസിന് സ്വീപ്പ് ചെയ്യാൻ പോകുന്ന ഏരിയാസ് ആയിരിക്കും. ഓക്കെ, പ്രൈസ് ഈ ഒരു ഹൈ എല്ലാം വന്നിട്ടായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹൈസിലേക്കെല്ലാം ഇനി പ്രൈസിൻ്റെ റൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി നമുക്ക് നല്ലൊരു MSS കിട്ടിയതുകൊണ്ട് തന്നെ ഇനി ഹയർ പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
ഹൈ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു MSS കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെന്റ് ക്രിയേറ്റ് ആക്കിയിട്ട് ഇവിടെ ഉള്ള ചെറിയ ചെറിയ സ്വിംഗ് ലോസെല്ലാം എടുത്തിട്ട് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ടല്ലേ. ഈ ഒരു ഏരിയയിൽ അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ള ഒരു മൊമെന്റം സ്ലോ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അതേപോലെ തന്നെ ധാരാളം ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ധാരാളം ബയേഴ്സ് ഈ ഒരു ഏരിയസിലെല്ലാം ആഡ് ആയിട്ടുണ്ടാവും. അതേപോലെ റീസെന്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ഷിഫ്റ്റ് കിട്ടിയാൽ ഈ ഒരു ഏരിയയിൽ അതിനുശേഷം മാർക്കറ്റ് ഇവിടെയുള്ള ഒരു ഓർഡർ ബ്ലോക്കിലും അതേപോലെ FEGയിലെല്ലാം ടാപ്പ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത്, പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. റിവേഴ്സ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയാസ് ഏതെല്ലായിരിക്കും, ടാർഗറ്റ് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോസ് എല്ലാം എന്തായിരിക്കും എടുക്കുന്നുണ്ട്, ഈ ഒരു ലോസ് എല്ലാം നമുക്ക് എന്തായിരിക്കും ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആയിരിക്കും. ഈ ഒരു ലോ എല്ലാം നമുക്ക് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ വരെയുള്ള ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഒരു ഏരിയയിൽ വരെയുള്ള നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ലോ എല്ലാം എടുത്തിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഈക്വൽ ലോസ് എല്ലാം മാർക്കറ്റ് സ്വീപ്പ് ഔട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ഈ ഡൗൺ സൈഡിലേക്ക് വന്ന മൂവ്മെന്റ് ശ്രദ്ധിച്ചായിരുന്നു, ലോ റെസിസ്റ്റൻസ് ആയിട്ടായിരുന്നു പ്രൈസ് ഈ ഒരു ഏരിയയിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു MSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നല്ലൊരു വോളിയത്തോടെ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് നമുക്ക് ഈ ഒരു ഹൈസ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു ഹൈസ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇംബാലൻസ് എല്ലാം ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ലോസ് എല്ലാം നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് നോക്കാം, ഇവിടെ ഒരു MSS കിട്ടി, പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഏരിയസിലേക്ക് റണ്ണ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു റണ്ണിന് ശേഷം എന്താ സംഭവിച്ചുള്ളത്, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൊമെന്റം ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഹൈ ടൈം ഫ്രെയിമിൽ ഒരു PDR ടച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ഉണ്ട്. ഇനി പ്രൈസ് ഹൈ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഹൈ റെസിസ്റ്റൻസും ലോ റെസിസ്റ്റൻസും മനസ്സിലാക്കേണ്ടത്. അതേപോലെ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് ഏതാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്, ഏതാണ് ഒരു വീക്ക് ആയിട്ടുള്ള പോയിന്റ്, നമുക്ക് ഈ ലോ റെസിസ്റ്റൻസും ഹൈ റെസിസ്റ്റൻസും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മൾട്ടിപ്പിൾ ഹൈസ് ക്രിയേറ്റ് ആയി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്കുള്ള റണ്ണ് നമുക്ക് കുറച്ച് നാൾക്ക് ശേഷം ഈ ഒരു ഏരിയാസിലേക്കെല്ലാം മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ റീസെൻ്റ്ലി ക്രിയേറ്റ് ആയാലും ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയും ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമുള്ള ഷിഫ്റ്റ് നമുക്ക് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആയിട്ടും ഈ ഒരു ഏരിയാസ് നമുക്ക് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണായിട്ടും എടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. നമുക്കിത് ടാർഗറ്റ് വെക്കാനും അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സോൺസ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡിസ്കോഡ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൈ.